ഈ ലോഡ് വിട്ടിട്ട് ആ എൻജിൻ മാത്രം എവിടെ പോകുകയാണെന്ന് തോന്നുന്നുണ്ടാവും. പറഞ്ഞുതരാം. ഒമാനിലുള്ള എല്ലാ വണ്ടികളും വർഷത്തിൽ ഒരു തവണ വന്ന് പാസ് ചെയ്യണം. അത് ഇവിടുത്തെ ഒരു നിയമമാണ്. വന്ന വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, എഞ്ചിനൊക്കെ ഓക്കെയാണ്, ടയറെല്ലാം ഓക്കെയാണ് എന്നുള്ളത് ഒരു ചെക്കിങ് നടത്തുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളാണ്. ഞാൻ പുറത്തേക്ക് പോയി നല്ല അടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ യൂസ്ഡ് ആണ്. യൂസ്ഡ് കാറുകളൊക്കെ ദുബായിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എടുത്തിട്ട് വന്നിട്ട് അത് ലേലത്തിലെടുക്കും. അവിടെ ആക്സിഡൻറ്റ് കേസിലൊക്കെ പെട്ടു പോകുന്ന വണ്ടികളുണ്ട്. ലേലം വിളിച്ച് കുറഞ്ഞ വിലയിൽ എടുത്തിട്ട് ഇവിടെ ഒമാനിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടുന്ന് റീസെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. നല്ല ലാഭമുള്ളൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ദുബായിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഒമാനിലേക്ക് വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഒരു BMW കിടപ്പുണ്ട്, ഒരു സൊനാട്ട കിടപ്പുണ്ട്, ഒരു ലെൻഡ്ര, ഒരു ഒപ്റ്റിമ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു സൊനാട്ട, പിന്നെ ഒരു ഒപ്റ്റിമ, പിന്നെ മറ്റേതേതാ അതും സൊനാട്ടയാണ്. ഇത് ഒരു കിയയുടെ ടെക്സൺ ആണെന്ന് തോന്നുന്നു. ഇത്രയും വണ്ടികളുണ്ട്. ഇതെല്ലാം സെയിലിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ ഒമാനികൾ മാത്രമല്ല, മലയാളികളും ഒരുപാട് പേര് ഈ ബിസിനസ് ഇവിടെ ചെയ്യുന്നുണ്ട്. വളരെ ലാഭമുള്ളൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. ബൈ.